welcome to my channel. So we are at almost the last part of our lesson. ഈ അറ്റോമിക് സ്ട്രക്ചർ എന്ന ലെസൻ്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നമ്മൾ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിലുള്ളത് നമ്മൾ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവറിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക്. ഒക്കെ എവിടെയെങ്കിലും പോയിന്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതും നമ്മുടെ നല്ലോണം മാർക്കിന് ചോദിക്കുന്നതാണ്. ഈവൻ എൻട്രൻസിനാണെങ്കിലൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുന്നേ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും, എന്തിനെ ബേസ് ചെയ്തിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ഓടിച്ചു പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർക്ക് ഓൾറെഡി ദേ നോ ദാറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. CBSE-കാർക്കായിരിക്കും കുറച്ചുകൂടെ ഒരു ടോപ്പിക് അവർ പഠിച്ചിട്ടുണ്ടല്ലോ, SPDF എങ്ങനെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഷെൽ എന്താ പഠിച്ചു, സബ് ഷെൽ എന്താ പഠിച്ചു, ഓർബിറ്റൽ എന്താണെന്ന് പഠിച്ചു അല്ലേ. എന്താണ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബോറ് പറഞ്ഞു, that is electrons are revolving round the nucleus in a definite path known as orbit or shell. Orbit ആണ്, orbit or shell or energy level എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചു each shell is having a subshell. സബ്ഷെൽ എന്ന് പഠിച്ചു. അതായത് ഷെല്ലിൽ തന്നെ വീണ്ടും നമ്മൾ എന്ത് കണ്ടു? സബ് ഷെല്ലുകൾ. അത് ഞാൻ പറയട്ടോ, സബ് ഷെൽസ് കണ്ടു. അപ്പോൾ സബ് ഷെൽസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഗ്രൂപ്പ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ സബ് ഷെൽസിൽ ഓർബിറ്റൽസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ നമ്മൾ ഓർബിറ്റൽസ് ഉണ്ട്. എന്താണ് ഈ ഓർബിറ്റൽസ്? ദാറ്റ് ഈസ് എന്തായിരുന്നു? ദ 3-dimensional space around the nucleus where the probability of finding the maximum, there is a maximum of probability of finding an electron. ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു 3-dimensional സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇലക്ട്രോണിനെ കാണാൻ മോസ്റ്റ് പ്രോബബിൾ ചാൻസ് ഉള്ള ആ ഏരിയകളെ നമ്മൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞു. അപ്പം സബ്ഷെൽസിൽ വീണ്ടും എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ഓർബിറ്റൽസ് ഉണ്ട്. ഓർബിറ്റൽസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ചില ഓർബിറ്റൽ എക്സ് ആക്സിസിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലത് വൈയിലാണ്. അങ്ങനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ ഓർബിറ്റൽസിൻ്റെ പേര് കിട്ടിയില്ലേ. PX, PY, PZ, DXY, DYZ, DXZ, DXY ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ. അതിൽ ഇലക്ട്രോണിനെ നമ്മളിങ്ങനെ എന്തെഴുതുകയാണ്? നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഓരോ ഷെല്ലിലും. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ എല്ലാ കോൺസെപ്റ്റും മനസ്സിൽ വേണം. അപ്പം ഷെൽ എന്താ നിങ്ങൾക്കറിയാം, സബ് ഷെൽസ് എന്താണെന്നറിയാം. അതായത് ഷെൽ എന്ന് പറഞ്ഞാൽ കുറേ സബ് ഷെല്ല് കൂടിയിട്ടാണ് ഷെൽ എന്ന് പറയുന്നത്. കുറേ ഓർബിറ്റൽസ് ചേർന്നിട്ടുള്ളതാണ് ശരിക്കും ഒരു സബ് ഷെല്ല്. ഓർബിറ്റലിൽ തന്നെ നമുക്കറിയാം അത് ഡിഫറെൻറ്റ് രീതിയിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകാം കേട്ടോ, എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൻ്റെ മുന്നേ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു പോകാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്, ഈ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം, ഓരോ ഓർബിറ്റലിലും എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം, ഈ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഇത് അത്യാവശ്യം നമ്മൾ കോണ്ടന്റ് നമ്പറിലൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അത്യാവശ്യം ഇത് കോണ്ടന്റ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമേ ഇതിലേക്ക് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഒരു ന്യൂക്ലിയസിനെ വരച്ചു. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് പാത്ത് നോൺ ആസ് ഓർബിറ്റ് ഓർ ഷെൽ. ഓർബിറ്റ് ഓർ ഷെൽ. ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തുള്ള ഷെല്ലിനെ പറയുന്ന നമ്പറാണ് ഫസ്റ്റ് ഷെൽ, ഓർ ഇറ്റ് ഇസ് നോൺ ആസ് K shell. The shell or the orbit which is close to the nucleus is given. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ബോറിൻ്റെ. ദാറ്റ് ഈസ് the orbit or the path through the shell which is close to the nucleus is numbered as 1. Second one is 2, 3, 4 and so on. ഫസ്റ്റ് ഷെല്ലിനെ നമുക്ക് either represent ചെയ്യാം K, L, M, N and these numbers are known as our പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പം ഞാൻ എഴുതുക n = 1 എന്ന് പറഞ്ഞാൽ അത് K ഷെല്ലാണ്. n = 2 എന്ന് പറഞ്ഞാൽ L ഷെല്ലാണ്. n = 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M ഷെല്ലാണ്. n = 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഷെല്ലാണ്. ഇതെല്ലാവർക്കും അറിയാലോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിസൈഡ്സ് ദി നമ്പർ ഓഫ് ഷെൽസ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് ഷെല്ലുകളുടെ നമ്പർ. ആ ഒരു നമ്പറിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഷെല്ല് കിട്ടി, ഇനി എനിക്ക് എന്ത് വേണം?
എത്ര സബ്ഷെൽസ് ഉണ്ടെന്ന് വേണം അല്ലേ. ഇപ്പം നമുക്ക് ഷെല്ലിനെ കിട്ടിയാൽ മാത്രം പോരാ, എനിക്ക് എന്ത് തരണം? സബ്ഷെൽസ് തരണം, അതിലുള്ള ഓർബിറ്റൽസ് തരണം. അപ്പം സബ്ഷെൽസ് തരുന്ന ക്വാണ്ടം നമ്പർ ഏതാ? പ്രിൻസിപ്പൽ ഉണ്ട്. അടുത്തത് ഏതാണ്? അസിമുഥാൽ ക്വാണ്ടം നമ്പർ എല്ലാണ്. അതായത് അസിമുഥാൽ ക്വാണ്ടം നമ്പറാണ് നമുക്ക് സബ്ഷെൽസ് തരിക. അസിമുഥാൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് റീകോൾ ചെയ്തേക്കോളൂ. L is equal to 0 to n-1. ഇതാണ് നമുക്ക് സബ്ഷെല്ലിൻ്റെ നമ്പർ തരുന്നത്. 0 മുതൽ n-1 വരെയുള്ള വാല്യൂസാണ് എന്തിനുണ്ടാവുക? അസിമുഥാൽ ക്വാണ്ടം നമ്പറിന്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, n is equal to 1 എത്ര സബ്ഷെൽ ഉണ്ടെന്ന് കിട്ടണമെങ്കിൽ ഈ അസിമുഥാൽ ക്വാണ്ടം നമ്പർ മതി. L is equal to 0 to n-1. 1 എന്താ? 0. എന്നിൻ്റെ അവിടെ നമ്മൾ ഓരോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇട്ട് കൊടുക്കുക. n-1 1 0. അപ്പം ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ലിൽ ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് നിങ്ങളില്ലേ L is equal to 0 എന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് 0 എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. ബട്ട് നമ്മളിവിടെ പറഞ്ഞു, ഇഫ് ദി അസിമുഥാൽ ക്വാണ്ടം നമ്പർ L is having a value of 0, then the subshell is S. If the azimuthal quantum number L is having a value of 1, then the subshell is P. L is equal to 2, then it is D, and L is equal to 3 is equal to F. S, P, D, F. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരിക്കലും 0 എന്ന് പറഞ്ഞാൽ അവിടെ ഷെല്ലേ ഇല്ല എന്നല്ല. If the azimuthal quantum number, the value of L is equal to 0, then it is having S subshell. ഏത് സബ്ഷെല്ലാണ് ഉള്ളത്? S സബ്ഷെൽ. അപ്പോൾ n is equal പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 1 ആണ്. അത് കെ ഷെല്ലാണ്. അതിൻ്റെ അസിമുഥാൽ ക്വാണ്ടം നമ്പർ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എസ് സബ്ഷെൽ. അതിന് ഏത് സബ്ഷെല്ലാണ് ഉള്ളത്? എസ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിലുള്ളത് എസ് സബ്ഷെല്ലേ ഉള്ളൂ. ഇനി എസ്സിന് എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട്? ഓറിയൻറ്റേഷൻ തരുന്നത് ആരായിരുന്നു? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് നമുക്ക് ഓറിയൻറ്റേഷൻ തരുന്ന ആൾ അല്ലേ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അതെന്തായിരുന്നു? -L to +L. -L to +L ആണ്. അത്രയും വാല്യൂസ് ഉണ്ടാവും. അതായത് -3 ആണ്, -3 -2 -1 0 1 2 3 അത്രയും ഓറിയൻറ്റേഷൻസ് ഉണ്ടാവും. അപ്പം ഇവിടെ -L, ഇവിടെ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0. -0 to +0 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഹാസ് ഓൺലി 1 ഓറിയൻറ്റേഷൻ. ഇതിന് വേറെ ഒരു ഓറിയൻറ്റേഷനും ഇല്ല, 0. അപ്പോൾ അതെന്താ? അതിനൊരൊറ്റ ഓറിയൻറ്റേഷനുള്ളൂ. അതുകൊണ്ടാണ് അതിന് സ്പെരിക്കൽ ഷേപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം S is having only 1 orbital. അതായത് എസ്സിന് വേറെയും പ്രത്യേകം ലോബ്സോ ഡയറക്ഷനോ ഒന്നുമില്ല. ഇറ്റ് ഇസ് സിമെട്രിക്കൽ ഇൻ ഷേപ്പ്. സോ 1S അത് കിട്ടിയല്ലോ. ഇനി n is equal to 2 എന്ന് പറയുന്നത് നമുക്കറിയാം L ആണ്. L എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അസിമുഥാൽ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ പോയി. അസിമുഥാൽ ക്വാണ്ടം നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 0 to n-1. അപ്പോൾ ഏതൊക്കെയാണുള്ളത്? 0 n-1 2 -1 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. അപ്പോൾ 0 ആണെങ്കിൽ നമുക്ക് L is equal to 0 S, L is equal to 1 എന്ന് പറഞ്ഞാൽ P. അപ്പോൾ ഏതൊക്കെയത്? 2S 2P. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2Sഉം 2Pയും കിട്ടി. കാര്യം മനസ്സിലായല്ലോ. ഇനി ഓറിയൻറ്റേഷൻ അത് ഡയഗ്രാം മായ്ക്കാം. അതിൻ്റെ മുന്നേ ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് ഓറിയൻറ്റേഷൻ പറയാം. ഇനി n is equal to 3M ആണ് അല്ലേ, M ഷെല്ലാണ്. അവിടെയും നമുക്കറിയാം L is equal to 0 to n-1. അപ്പോൾ 0 1 2. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാ? ഇത് നമ്മൾ 3 ആയതുകൊണ്ട് 0 എന്ന് പറഞ്ഞാൽ S ഉണ്ട്, 1 എന്ന് പറഞ്ഞാൽ P ഉണ്ട്, D ഉണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് 3S 3P 3D. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി n is equal to 4 എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വീണ്ടും പറയുന്നത് 0 is equal to 1 2 3 അല്ലേ, n-1 വരെ. അപ്പോൾ ഏതൊക്കെയാ? 4S, 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് S ആണ്, 4P 4D 4F. അടുപ്പിച്ചെഴുതണം കേട്ടോ. അവിടെ 4S എഴുതിയിട്ട് കോമ ഇട്ടിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ. ഇത് ഒരേ ഷെല്ല്, ഒരേ ഒരേ ഷെല്ലിലുള്ള, അതായത് ഒരേ ഷെല്ലിലുള്ള സബ് ഷെൽസ് ആണ്. സോ 4S 4P 4D ഗ്യാപ്പ് ഒന്നും വേണ്ട. ഇത്രയും വരെ മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗർ 1S 2S 2P 3S എന്നൊക്കെ എഴുതുന്നതിൻ്റെ അർത്ഥം ഇതാ. 1S അതായത് നമ്മൾ ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അസിമുഥാലിന് നമുക്ക് ഏത് സബ് ഷെല്ലാന്ന് കിട്ടി, വീണ്ടും അങ്ങനെ കിട്ടി നമുക്ക് കിട്ടി.
ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്, നമുക്ക് ഇവരുടെ ഓറിയൻറ്റേഷൻ, അതായത് പി എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്, ഒന്ന് റീകോൾ ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നമ്മൾ വിട്ടുപോയൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈച്ച് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഇലക്ട്രോൺ ഇസ് ഗിവൺ ബൈ ദ ഫോർമുല 2n². ഓരോ ഷെൽ, അതായത് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, അതായത് 1 2 3 4 ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോണിൻ്റെ മാക്സിമം എണ്ണം തരുന്ന ഫോർമുലയാണ് 2n². ദാറ്റ് മീൻസ് 2 into 1² that is equal to K shell can accommodate a maximum of 2 electron. L shell can accommodate of 2 into 2², 4 into 2, A. L shell or the second shell can accommodate a maximum of 8 electron. M shell, that is 3 3s are 9, it is into 2 is equal to 18, and 4 4s are 16, 16 into 2 32. That means each shell, first shell can accommodate a maximum of 2 electron, not more than any electron. That is 2-നേക്കാട്ടും കൂടുതൽ ഒരു ഇലക്ട്രോണിനെയും നമ്മുടെ ഫസ്റ്റ് ഷെല്ലായാലും കെ ഷെല്ലിൽ പറ്റത്തില്ല. എൽ ഷെല്ലിന് മാക്സിമം, അത് എക്സെപ്ഷൻസ് വരുന്നത് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ദ എൽ ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺ. എം ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 18 ഇലക്ട്രോൺ. എൻ ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 32 ഇലക്ട്രോൺ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഓരോന്നിനും എത്ര ഓറിയൻറ്റേഷൻസ് ഉണ്ട്. എസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, -0 to -L to +L ആണ്. അപ്പം L ഇവിടെ 0 ആണ്. ഇനി ഇവിടെ ഡൗട്ട് ഉള്ളവർക്ക് ഏതാണ് L is equal to 0 S, L is equal to 1 P, L is equal to 2 D, L is equal to 3 F. ഓക്കെ, അപ്പം -L to L, എസിന് ഒറ്റ ഓറിയൻറ്റേഷനേ ഉള്ളൂ. അപ്പം 1S, ഓക്കെ, ഒറ്റ ഓറിയൻറ്റേഷനുള്ളൂ. എസിന് വേറെ വേറെ ഓർബിറ്റൽസോ ഓറിയൻറ്റേഷൻ ഒന്നുമില്ല. എസ് ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ്, കണ്ടോ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ 2 ഇലക്ട്രോണും എസിൻ്റെ ഷെല്ലിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ എവിടെ റെപ്രസെൻ്റ് ചെയ്യും? എസിൻ്റെ തലയ്ക്ക് മുകളിൽ, ദാറ്റ് ഈസ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, മീൻസ് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്റ്റ് അല്ല, സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഒരിക്കലും 1s² എന്ന് വായിക്കരുത്. ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ 1s2 എന്നാണ് പറയുന്നത്. ഇത് 2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു ആറ്റത്തിൻ്റെ അടുത്ത് 1s2 എന്ന് എഴുതി, ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഫസ്റ്റ് ഷെല്ലിലെ മെയിൻ ഷെല്ല്, അതായത് ഫസ്റ്റ് ഷെല്ലിലെ സബ് ഷെല്ലായ എസിൽ 2 ഇലക്ട്രോൺ. ദാറ്റ് മീൻസ് ദ മെയിൻ ഷെൽ ഹാവിങ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഷെൽ ഇസ് ഹാവിങ് എ സബ് ഷെൽ of S with 2 electrons. ഇനി എനിക്കറിയാം n is equal to 2, 8 electrons ആണ് മാക്സിമം കൊള്ളാൻ പറ്റുന്നത്. അവിടെ നിന്നോട്ടെ. അപ്പം എസിന് 2ൽ എസിന് വേറെ ഓറിയൻറ്റേഷൻ ഒന്നുമില്ല, ഒറ്റ ഓറിയൻറ്റേഷൻ ആയതുകൊണ്ട് എസിൽ വീണ്ടും 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പി ഉണ്ട്. പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് -L to +L, -L to +L, അതായത് L എന്ന് പറയുന്നത് Pൻ്റെ 1 ആണ്. അപ്പം -1 0 1 3 ഓറിയൻറ്റേഷൻ ഉണ്ട്. ഏതൊക്കെയായിരുന്നു 3 ഓറിയൻറ്റേഷൻ? ഞാൻ ഈ 2NH എഴുതാം കേട്ടോ. 2px, 2py ആൻഡ് 2pz. അപ്പം നിങ്ങളുടെ മനസ്സിൽ P എന്ന് പറഞ്ഞ ഓർബിറ്റിൽ വന്ന അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? P എന്ന് പറയുന്നത് px, py, pz ഓർബിറ്റിൽ ചേർന്നതാണ് P എന്ന് പറയുന്ന നമ്മുടെ ഒരു ഓർബിറ്റിൽ, അതായത് 3 ഡയറക്ഷനിലേക്ക് അത് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ്, അതായത് ഇതാണ് px ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 2 ഇലക്ട്രോൺ. py, ദീസ് ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 2 ഇലക്ട്രോൺ. pz can accommodate a maximum of 2 electron. അതായത് പി എക്സിന് 2 ഇലക്ട്രോൺ, ഓരോ ഇങ്ങനത്തെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലിലും 2 ഇലക്ട്രോണെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ px2, py2, pz2. ഒന്നിവിടെ എഴുതി നോക്കാം. px can accommodate a maximum of 2 electron, py can accommodate a maximum of 2 electron, pz can accommodate a maximum of 2 electron. അപ്പം 2 4 6. അപ്പോൾ പിക്ക് എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? പി ഓർബിറ്റലിന് ടോട്ടൽ ഓഫ് 6 ഇലക്ട്രോൺ അല്ലേ? ടോട്ടൽ ഓഫ് 2s2, 2p6. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് 2px2, 2py2, 2pz2 എന്നൊന്നും എഴുതൂല. നമ്മൾ എന്തെഴുതും? 2s2, 2p6. പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും? 6 ഇലക്ട്രോൺ. പിൻ്റെ ഓരോ ഓറിയൻറ്റേഷൻ ആയിട്ടുള്ള ഓർബിറ്റൽസിലും 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ ഇപ്പം നോക്കൂ 6 + 2 8. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പറ്റും? 8 ഇലക്ട്രോൺ. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ.
അതായത് സോ എൽ ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺ. അതന്നെയല്ലേ ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് എസ്സിൽ എപ്പോഴും മാക്സിമം 2 ഇലക്ട്രോൺ, പിയിൽ മാക്സിമം 6 ഒരു ഇലക്ട്രോൺ പോലും അതിന് നിൽക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഓർബിറ്റലിൽ അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അറിയാം 3s. 3s എസ്സിന് ഒറ്റ ഓറിയൻറ്റേഷൻ ഉള്ളൂ. 3s2 2 ഇലക്ട്രോണിനെ ഒരു ഓർബിറ്റലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3p എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വേണം അവിടെ എന്തൊക്കെയുണ്ട്? 3px, 3py, 3pz, ദാറ്റ് ഈസ് 2, 2, 2. അപ്പം 3p6 ആയി. ഇനി ഒരു 3d ഉണ്ട്. 3dക്ക് ഏതൊക്കെ ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? അതാ ഡി വേണമെങ്കിൽ ഒന്നും ഇവിടെ പറഞ്ഞുതരാം. ഡീൻ്റെ വാല്യൂ 2 ആണ്. സോ എത്ര ഓറിയൻറ്റേഷൻ ഉണ്ടാവും? -2, -1, 0, 1, 2, 1, 2, 3, 4, 5 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് dxy, dyz, ഒരിക്കലും എക്സാം നിങ്ങളൊന്നും എഴുതണ്ട കേട്ടോ. dxz, 3dxz, 3d x² - y² ആൻഡ് 3d z². നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചത് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ. These orbitals can also accommodate a maximum of 2 ഇലക്ട്രോൺ. ഇതേപോലത്തെ ഓരോ ഓർബിറ്റൽസിനും എത്ര ഇലക്ട്രോണെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ? 2 ഇലക്ട്രോൺസ്. അപ്പോൾ എത്രയാണ്? 3dx2, 3dy2, 3dz2, 3dz² നോക്കൂ. 2, 4, 6, 8, 10. ദാറ്റ് മീൻസ് എസ് ഇലക്ട്രോണിന് 2, പി ഇലക്ട്രോണിന് മാക്സിമം 6, ഡി ഇലക്ട്രോണിന് മാക്സിമം 10 ഇലക്ട്രോൺ. ഡി ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 10 ഇലക്ട്രോൺ. 10 ഇലക്ട്രോണിന് കൂടുതൽ ഡി ഓർബിറ്റലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഡി ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 10 ഇലക്ട്രോൺ. അപ്പം 3s2, 3px2 ഇതിങ്ങനെയൊന്നും എഴുതണ്ട, ശരിക്കും ഇങ്ങനെ എഴുതിയാൽ മതി. 3s2, 3p6, 3d10. ഇനി ഒന്ന് നോക്കിക്കേ, എത്ര ഇലക്ട്രോണിന് മാക്സിമം എം ഷെല്ലിൽ, അതായത് തേർഡ് ഷെല്ലിൽ? 18. 6 + 2 8, 8 + 10 18. കറക്റ്റായോ? കറക്റ്റായില്ലേ അതും? ഇനി നമ്മൾ അടുത്തയിലേക്ക് പോവാം. L=, അതായത് ഫോർത്ത് ഷെല്ലിൽ. ഫോർത്ത് ഷെല്ലിൽ ഒരു പുതിയൊരാളും കൂടെ ഉണ്ട്, നിങ്ങൾക്കറിയാം 4f. അപ്പം നമ്മൾ ആദ്യം എഴുതിക്കാം 4s2, 4p6, 4d10. ഇനി 4f. f എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പം -3, -1, 0, -2, -1, 0, 1, 2, 3. കണ്ടോ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7 ഓർബിറ്റൽസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ പേരൊന്നും പഠിക്കേണ്ട, അതിൻ്റെ ഇതും വേണ്ട. ഓരോ ഓർബിറ്റൽസിലും 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 2s are 14 ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺസിന് മാക്സിമം എഫ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ്? ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം ഓഫ് 14 ഇലക്ട്രോൺസ്. സോ 6 + 2 8, 8 + 10 18, 18 + 14 എത്രയാ? 32. ഇതല്ലേ ഞാൻ പറഞ്ഞത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എ ഷെൽ ഇസ് 32. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇനി നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതെങ്ങനെ എസ് വന്നത്? എന്തുകൊണ്ട് 1ന് 1s, 1p, 1d, 1f ഒന്നും ഇല്ലാത്തത്? സെയിം ക്വസ്റ്റ്യൻ വിൽ ബി ആസ്ക്ഡ് ലൈക്ക് ദിസ്. വൈ the first orbital is not having p and d subshell? ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാലോചിച്ച് ഉത്തരം പറയൂ. Why the first orbital is not having p and d subshell? Or they can give the configuration like 1s2, 1p6. Is this configuration correct? Electronic configuration correct? If not, explain. ഈ configuration correct ആണോ? Correct അല്ലെങ്കിൽ explain ചെയ്യൂ. You can give easily the answer. That is, first shell, the quantum number n, the principal quantum number is 1. And the azimuthal quantum number, that is L is equal to 0 to n-1. That is, it have only one subshell, 0. The azimuthal quantum number is for 0. The subshell configuration is S, and there is no other subshells which is given by this principal quantum number. So the possible subshell for first orbital is 1s. ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം.
Why we don't have 2D orbital? The same thing you can say that for the principal contact number n is equal to 2, the azimuthal contact number is 0 and 1. 0 represent for S and 1 represent for P. There is no other subshell possible in the second main shell. Is it clear? മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുമ്പം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, ബട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വൈ ദിസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് നോട്ട് കറക്റ്റ്? 2s2 2p6 2d10. വൈ ദിസ് കോൺഫിഗറേഷൻ ഇസ് നോട്ട് കറക്റ്റ്? എക്സ്പ്ലെയിൻ. അപ്പം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പം മനസ്സിലായില്ല കാര്യം. പിന്നെ ഇതൊന്നുകൂടെ ഞാൻ ഷോർട്ടാക്കിയിട്ട് ഒരു ടേബിളാക്കി എഴുതി തരാം, അപ്പം നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് ജസ്റ്റ് എളുപ്പത്തിൽ ഒരു ടേബിളിലാക്കി പറഞ്ഞു തരാണ്. Shell number 1 means K shell. We know the formula to find out the maximum number of electron in a shell is given by 2n square. So the maximum number of electron in K shell or the first shell is 2, and the subshells is given by the azimuthal content number, that is 0 to n minus 1. So n minus 1 is equal to 0 to 1 ആയതുകൊണ്ട് subshell ഒന്നേ ഉള്ളൂ, that is 0 S subshell. Configuration mean the maximum number of electron that can be accommodated in each orbital or the subshell is 2. അപ്പം എസ്സിൽ 2 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ. Second shell or the M shell, it is having a maximum of 2 into 2 square, that is equal to 4 into 2 8. ഇവിടെ നമുക്ക് azimuthal content number എന്ന് പറയുന്നത് 0 to n minus 1 ആണ്. 0യും 1 ആണ്, that is Sഉം Pയുമാണ്, that is 2s2, and P can accommodate a maximum of 6 electron. 2p6, pxil 2, pyil 2, pzil 2, that is 2p6. And third shell എന്ന് പറയുന്നത് n shell ആണ്. It can accommodate a maximum of 18 electron. formula ഇതാണ്. L is equal to 0 to 0 1 2, that is S P D. അപ്പോൾ ഏതൊക്കെയാ? 3s2 3p6 3d10. ഇവിടെ ഡി ഉണ്ട്. ഡിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 10 ആണ്. 5 സബ്ഷെൽസ് ഉണ്ട്. ആ ഓരോ സബ്ഷെൽസിലും ഓരോ ഓർബിറ്റൽസ് ഉണ്ട്. സബ്ഷെല്ലല്ല, ഡിയിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിലുള്ള അതിൽ ഓരോ ഓർബിറ്റലിനും മാക്സിമം 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഫോർത്ത് ഷെല്ലിൽ എന്ന് പറയുന്നത് ഇത് എൽ ഷെല്ലാട്ടോ, എൽ എം ആൻഡ് എൻ, സോറി KLMN ആണ്. എൻ ഷെല്ലിൽ 32. സോ SPDF. സോ ഇവിടെ എഫും കൂടെ ഉണ്ട്. അതെങ്ങനെയാണ് കിട്ടിയത്? 0 to n minus 1 എന്ന് 0 1 2 3. 3 എന്ന് പറയുന്നത് 0s ആണ്, 1 എന്ന് പറയുന്നത് P ആണ്, 2 എന്ന് പറയുന്നത് D ആണ്, 3 എന്ന് പറയുന്നത് F ആണ്. സോ ഇവിടെ ഫോർത്ത് ഷെല്ല് 4s2 4p6 4d10 ആൻഡ് 4f14. ഇത് മറക്കരുത് കേട്ടോ. S orbital can accommodate a maximum of 2 electron. P orbital can accommodate a maximum of 6 electron. D orbital can accommodate a maximum of 10 electron. And F orbital can accommodate a maximum of 14 electron. അപ്പം ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം. ഫസ്റ്റ് ഷെല്ലിൽ ഒരേ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, എസ് സബ് ഷെൽ. സെക്കൻഡ് ഷെല്ലിൽ ഒരേ 2 സബ് ഷെല്ലുണ്ട്, SNP. തേർഡ് ഷെല്ലിൽ SPD. ഫോർത്ത് ഷെല്ലിൽ SPDF. ചിന്തിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫസ്റ്റിൽ ഒന്നേ ഉള്ളൂ, രണ്ടെണ്ണത്തിൽ 2, മൂന്നാമത്തെ ഷെല്ലിൽ 3 എണ്ണം ഉണ്ട്, നാലാമത്തിൽ 4 ഉണ്ട്. SPDF അതാണ് ഓർഡർ എന്ന് ആലോചിച്ച് വെക്കുക. Fൽ 14 ആണ്, Dയിൽ 10 ആണ്, Pയിൽ 6 ആണ്, Sൽ 2 ആണ്. ഇത്രയും കാര്യം മനസ്സിലായാലേ ഉള്ളൂട്ടോ നമുക്ക് മുന്നോട്ട് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? അപ്പം ഞാനൊരു കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. എന്താ നോക്കാതെ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതായത് നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ മെയിൻ ഷെല്ല്, സബ് ഷെല്ല്, അതിൽ ഇലക്ട്രോൺസ് ഒക്കെ എഴുതും. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ കാർബൺ 6. കാർബൺ മതി. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ +1 ആണ്, എന്നോട് ചോദിക്കരുത് നമ്മൾ ആറ്റോമിക് നമ്പർ പഠിക്കണോ. അറ്റ്ലീസ്റ്റ് കുറച്ച് എലിമെൻസിൻ്റെ, അതായത് യൂഷ്വലി കാണുന്ന എലിമെൻസിൻ്റെ ആറ്റോമിക് നമ്പർ പഠിച്ചിരിക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ലിത്യം, ബേറിയം, ബോറോൺ, അങ്ങനെ കാർബൺ, നൈട്രജൻ, സൾഫർ, അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം, atomic number determines the number of protons.
ഇത് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. കാരണം എപ്പോഴും ക്ലാസ്സിൽ എല്ലാവരും ഫുൾ അറിയുന്നവരായിരിക്കണം എന്നില്ല, അറിയാത്തവർക്കും കൂടെ വേണ്ടി പറയുകയാണ്. Z=6 എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് പ്രോട്ടോൺ, അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ നമ്പറിന് ഈക്വൽ ആണ്. സോ പ്രോട്ടോൺ നമ്പർ 6. ഒരു ആറ്റത്തിൽ, ഒരു ന്യൂട്രൽ ആറ്റത്തിൽ, അതായത് അയോൺസ് അല്ല, ന്യൂട്രൽ ആറ്റത്തിൽ പ്രോട്ടോണിൻ്റെ നമ്പറും ഇലക്ട്രോണിൻ്റെ നമ്പറും എപ്പോഴും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ കാർബൺ ഇസ് 6. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിൻ്റെ നമ്പർ 6 ആണ്, ആറ്റോമിക് നമ്പർ ഉള്ളത്, ഇലക്ട്രോണിൻ്റെ നമ്പറും 6 ആണ്. നമുക്കിവിടെ വേണ്ടത് ഇലക്ട്രോണിൻ്റെ നമ്പറാണ്. കാരണം ആ ഇലക്ട്രോണിനെ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ അറേഞ്ച്മെൻ്റ് ഒന്നും ആയിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് അതിന് മുന്നൊരു പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പറയാനുള്ളൊരു തുടക്കമാണ് ഇവിടെ. അപ്പം എനിക്കറിയാം 1s 2s, ആദ്യം 1s എഴുതാം. ഓക്കെ, 1s എഴുതി. എസ്സിൽ എത്ര ഇലക്ട്രോൺ എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാം? 2 ഇലക്ട്രോണെ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, എസ് ക്യാൻ അക്കോമഡേറ്റ്. അപ്പോൾ ഞാൻ 6 ഇലക്ട്രോൺ എൻ്റെ കയ്യിലുണ്ട്. 1 2 3 4 5 6. ഇതിൽ 2 എണ്ണത്തിനെ ഞാൻ എസ്സിൽ കൊണ്ടിരുത്തി. അടുത്തത് ഫസ്റ്റ് ഷെല്ലിൽ വേറെ ഓർബിറ്റലില്ല. അപ്പോൾ ഞാൻ സെക്കൻഡിൽ 2s എഴുതി. 2sൽ എത്ര ഇലക്ട്രോണിന് കൊടുക്കാം? 2 എണ്ണം. സോ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് 2. അപ്പം 4 എണ്ണം. ഇനി എൻ്റെ കയ്യിൽ 2 മോർ ഉണ്ട്. അത് ഞാൻ 2pയിൽ എത്ര ഇലക്ട്രോൺ വരെ പോകാം? 6 ഇലക്ട്രോൺ. പക്ഷേ നമ്മളിൽ 6 ഇല്ല, 2. അപ്പം നമ്മൾ 2 എണ്ണത്തിന് ഇവിടെ കൊടുത്തു. അപ്പോൾ 2 4 6. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p 2 ആണ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇനി ഞാൻ വേറൊരു എലിമെൻറ്റ് തരാം, അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തപ്പോൾ നിങ്ങൾ വിളിച്ച് ഹൗ ഈസിയാണ്, ഇനി ഏത് എലിമെൻറ്റ് കിട്ടിയാലും ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾ ഫില്ല് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു തരാം അടുത്ത എക്സാമ്പിൾ. സ്കാൻറ്റിയം, ദ അറ്റോമിക് നമ്പർ ഓഫ് സ്കാൻറ്റിയം ഇസ് 21. അഗെയിൻ ഞാൻ പറയുന്നില്ല പ്രോട്ടോണിൻ്റെ നമ്പർ 21, ഇലക്ട്രോണിൻ്റെ നമ്പർ 21. അറ്റോമിക് നമ്പർ തന്നുണ്ട്, ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വിൽ ബി ഹാവിങ് 21 ഇലക്ട്രോൺ. അപ്പോൾ ഞാൻ പഠിച്ച പോലെ ചെയ്യുകയാണെങ്കിൽ 21 ഇലക്ട്രോൺ ഉണ്ട്. 1s2. ഓക്കെ, 2 ഇലക്ട്രോൺ പോയി. 2s2 2p6. ഞാനൊന്ന് കൂട്ടി നോക്കുവേ. 6 + 2 8, 8 + ഒരിക്കലും ഈ 1-നൊന്നും കയറി കൂട്ടരുത് കേട്ടോ. 1 2 3 4 അങ്ങനെയൊന്നും. നമ്മൾ ഓൺലി ദ ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദ ഓർബിറ്റൽ, സോ വി ആർ ഗോയിങ് ടു ആഡ് ദം അലോൺ. 6 + 2 8, 8 + 2 10, 21 ഉണ്ട്. ഇനിയും 11 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണം. 2p6 കഴിഞ്ഞാൽ 3s2 3p6. 3ൽ നമുക്കറിയാം ഡി ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ 1s2 2s2 2p6, 6 + 6 12 14 16 18. ഇനി എൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതി 3d. എത്രയായിരുന്നു? 12 14 16 18 19 20 21. 3d3. ഞാൻ നല്ല വൃത്തിക്ക് എഴുതി. എന്തെഴുതി? 3d3. കംപ്ലീറ്റ് ആയി. നോക്കി നോക്കൂ. 2 + 2 4, 4 + 2 6, 6 6 3 18 19 20 21. കറക്റ്റ് എഴുതി. ആൻസർ പേപ്പർ ഒക്കെ അടച്ചു വെച്ച് പോകുന്നത്. ടീച്ചർ പറയും ഇത് തെറ്റാണെന്ന്. അപ്പോൾ നിങ്ങളായിരിക്കും അതെന്താ? ഞാൻ എഴുതിയല്ലോ 1s 2s 2p 3s 3p 3d. 3dയിൽ 10 ഇലക്ട്രോൺ വരെ കൊള്ളാം. അവിടെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മളൊരു പ്രിൻസിപ്പിൾ പറയാൻ പോവുകയാണ്. ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നതിനൊരു സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും ഓർഡർ ഉണ്ടല്ലോ, ഞാൻ എഴുതിയല്ലോ, എൻ്റെ എല്ലാ ഓർഡറും കറക്റ്റാണ്. ശരിയായിട്ട് ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ എനർജി. അതിനിപ്പോൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ലിലാണ് കുറവ് എനർജി, സെക്കൻഡ് ഷെല്ലിന് കൂടുതൽ, ദെൻ തേർഡ്, ദെൻ ഫോർത്ത്, ഫിഫ്ത്ത് അല്ലേ. ഫസ്റ്റ് ഷെല്ലിന് കുറവ്, സെക്കൻഡ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ തന്നെ ആദ്യം 1ന് കുറവ്, ദെൻ. അപ്പം ഓഫ് ബോ എന്ന് പറഞ്ഞൊരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് പറയാണ്, the filling of electron take place in the increasing order of the energy. അതായത് in an atom the filling of electron take place in the increasing order of their energy. അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നമാണ് ഉള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് for the principal content number determines the energy of an orbital. That means first shell is having lower energy, then second, third, fourth, fifth. But it is only correct for hydrogen atom. ഈ എനർജി കൺസിഡർ ചെയ്യുമ്പം ഫസ്റ്റ് ഷെല്ലിനാണ് കുറവ്, ദെൻ സെക്കൻഡ് ഷെല്ലിന് കൂടുതൽ, തേർഡ് ഷെല്ലിന് അത് കറക്റ്റായിട്ട് വരുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ മാത്രമാണ്. ഫോർ ഹയർ ആറ്റം വി ഹാവ് ടു കൺസിഡർ ബോത്ത് N and L value. L എന്ന് പറയുന്നത് azimuthal content number, N എന്ന് പറയുന്നത് principal content number. For higher atoms we have to consider both N and L value, and that rule is known as N plus L rule. എന്താണ്? N plus L rule. N plus L rule വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓർബിറ്റലിന് എനർജി കൂടുതലാണോ കുറവാണോ എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്: 1s2
2s2, 2p6, 3s2, 3p6, 4s2, 3d1. കണ്ടോ? 3dൻ്റെ തൊട്ട് മുന്നേ 4s വരണം. ദാറ്റ് മീൻസ് 4s is having a energy lesser than that of 3d. 3dനെ നോക്കുമ്പോൾ 4sന് എനർജി കുറവാണ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതിനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് n+l റൂൾ. നമ്മൾ നോക്കാം 4sഉം 3d. 4sൻ്റെ എന്നിൻ്റെ വാല്യൂ എന്താ? പ്രിൻസിപ്പൽ. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, l എന്ന് പറയുന്നത് എസിമിതാൽ കോണ്ടന്റ് നമ്പർ. 4 എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 4. s എന്ന് പറയുമ്പം എല്ലിൻ്റെ വാല്യൂ എന്താ? l is equal to 0 ആണ് s. അപ്പോൾ 4 + 0. സോ n+l വാല്യൂ ഫോർ 4s is 4. 3d. 3ൻ്റെ പ്രിൻസിപ്പൽ 3, n എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് d. spd 0 4s, 1 4p and 2 4d. 3 + 2 5. ആർക്കാണ്? അപ്പോൾ n+l റൂൾ പ്രകാരം ആർക്കാണ് എനർജി കൂടുതൽ? Yes, our 3d is having more energy than 4s. So 4s is having lesser energy than 3d, or 3d is having more energy. അപ്പം നമ്മുടെ ഇലക്ട്രോണ് 3ഡിയിലെല്ലാം ആദ്യം ഫില്ല് ചെയ്യുക. നമുക്കറിയാം ഇലക്ട്രോൺ എപ്പോഴും ലോവർ എനർജിയിൽ നിന്ന് ഫില്ല് ചെയ്ത് വരാനാണ് ഇഷ്ടം. സോ ദ ഇലക്ട്രോൺ ഫിൽസ് ഇൻ 4s ആൻഡ് ദെൻ ദ റിമൈനിങ് ഇലക്ട്രോൺ ഗോസ് ടു ദ 3d orbital. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എന്താണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ? The off-bow principle states that the filling of electrons in an atom take place in the increasing order of energy. That means we have to follow the n+l rule to find out the energy for an orbital. ഇനി ചില കേസിൽ ഒരേ രണ്ട് ഓർബിറ്റലിന് സെയിം n+l വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഇത് അല്ല കേട്ടോ, ഞാൻ വെറുതെ പറയാണ്. 4sനും 5pക്കും ഒരേ എനർജി n+l വാല്യൂ ആണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദി ഫസ്റ്റ് ബേസിൽ. അപ്പം ആദ്യം നമ്മൾ 4s എഴുതിയിട്ട് വേണം എന്തിനു പോവാൻ? 5ലേക്ക് പോകണം. ഇപ്പം 5pയും ഇത് ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം 5p എഴുതിയിട്ട് 4s എഴുതരുത്. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ ദി പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ലോവർ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആദ്യം എഴുതിയിട്ട് ഹയർ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറുള്ള അടുത്ത ഷെല്ലിന് പിന്നെ എഴുതണം. മനസ്സിലായോ എന്താണ് n+l റൂളും എന്താണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്നും? അപ്പോൾ 3d ആൻഡ് 4p ഒന്ന് എടുത്തു നോക്കേ. 3d 4p നമ്മളൊന്ന് n+l റൂൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. 3 × 3 + n എന്ന് പറയുന്നത് 3 ആണ്. d spd 0 1 2. ഇപ്പം 3d എന്ന് പറയുന്നത് 5 ആണ്. 4p എന്ന് പറയുന്നത് 4 + sp 0 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. എന്താ ഇവിടെ? n+lന് രണ്ടാക്കും സെയിം വാല്യൂ. അപ്പോൾ നമ്മൾ ആരെ ഫില്ല് ചെയ്യണം? വി ഹാവ് ടു ഫിൽ ഫസ്റ്റ് 3d ദെൻ 4p. 3d ഫില്ല് ചെയ്തിട്ട് വേണം, അല്ലാതെ 4s ഉണ്ടല്ലോ എന്നാൽ 4p ഫ്രണ്ട് അല്ലേ 4pക്ക് കൊടുക്കണോ. 3d കഴിഞ്ഞിട്ട് വേണം നമ്മൾ എങ്ങോട്ടേക്ക് പോവാൻ? 3d ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഏതിലേക്ക് പോവും? 4pയിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യം നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. കാരണം എന്താ പറയുക, ഇനിയും കുറേ പഠിക്കാനുണ്ട്. ഹൺസ് റൂള് പറയാനുണ്ട്, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അങ്ങനെ എന്താ വീഡിയോ അങ്ങ് വലുതാവും, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ആകെ പഠിക്കുന്നത് എങ്ങനെ SPDF കിട്ടി, എങ്ങനെ ഓരോ മെയിൻ ഷെല്ലിൽ എത്ര സബ് ഷെൽസ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ ഓഫ് ബോൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. എന്താ ഓഫ് ബോൻ്റെ പ്രിൻസിപ്പിൾ? ഓഫ് ബോസ് പ്രിൻസിപ്പിൾ ഇസ് മെയിൻലി കൺസേൺഡ് അപ്പോൺ ദി energies of the orbital. That is, according to Aufbau principle, the filling of electron in an atom take place in the increasing order of energy. That means we have to consider both n and l value before finding the which orbital we have to fill according to the energy. If n+l value is higher and the other value which is lower has to be filled first. ആ ഷെല്ല് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഷെല്ലിലേക്ക് പോകാൻ. ഇനി n+ വാല്യൂ ബോത്ത് സെയിം ആണ്. വി ഹാവ് ടു കൺസിഡർ ദി n വാല്യൂ. അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ചെറിയ ആൾക്ക് വേണം ഫസ്റ്റ് എഴുതാൻ. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും, ഈശ്വര ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പഠിച്ചൊപ്പിക്കുക? 1s2 2s2 2p6 3s2 3p6 4s2 കഴിഞ്ഞിട്ടാണ് 3d 4p. അതിനും നല്ലൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങളോട് ഒരു 32 ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റത്തിൻ്റെ എഴുതാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ അതൊക്കെ ആലോചിച്ച് n+l വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ എക്സാമിനൊരു വലിയൊരു പ്രോസസ്സ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഈ ഓർബിറ്റൽസിൻ്റെ എനർജിയിൽ എഴുതാം എന്നുള്ളൊരു ഐഡിയ കൂടെ പറയാം. നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇലക്ട്രോൺസിന് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുക. 1s താഴെ തന്നെ 2s 2p എന്ന് എഴുതുക. 2s താഴെ 3s 3p 3d
3D, then 4S, 4P, 4D, 4F, then 5S, 5P, 5D, 5F, 6S, 6P, 6D. ഇത്ര വരെയൊക്കെ മതി, അത്രേ ചോദിക്കുള്ളൂ. എന്നിട്ട് നിങ്ങൾ 1Sൻ്റെ നേരെ ഒരു ആരോ ഇടുക. അപ്പോൾ ഫസ്റ്റ് 1S, പിന്നെ 2S, 2Sൻ്റെ താഴെ ഒന്നുമില്ല, അപ്പോൾ 2S, പിന്നെ 2P, 3S. നിങ്ങളിങ്ങനെ തന്നെ എഴുതി നോക്ക് വരും, 3P, 3S, then 3P, 4S, 3P, 4S, then 3P, 3D, 4P, 5S, then 4D, 5P, 6X, 4D, 5P, 6S, then 4F, 5D. നമുക്ക് അത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. അതായത് അതിൻ്റെ താഴെ എഴുതുക, ആരോ ഇടുക, ആരോ ഇട്ടിട്ട് അടുത്ത ആരോ വരുമ്പോൾ ദിസ് ഇസ് ദ ഇൻക്രീസിങ് ഓർഡർ. അതായത് 1S കഴിഞ്ഞ് 2S, 2S കഴിഞ്ഞ് 2P, 2P കഴിഞ്ഞ് 3S, 3P, 4S, 3D, 4P, 5S, 4D, 5P, 6X. ഇതാണ് ഓർഡർ. അപ്പോൾ നമ്മൾ ഇന്ന് ആകെ എടുത്തത് നമ്മുടെ ഓഫ് ബോറിൻ്റെ പ്രിൻസിപ്പിളാണ്. പിന്നെ വാട്ട് ഈസ് ഷെല്ല്, സബ് ഷെല്ല്, ഓർബിറ്റിൽ എങ്ങനെ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹൺസിൻ്റെ റൂളും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു വീഡിയോയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലെസൺ തീരും. പിന്നെ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും ടെക്സ്റ്റ് ബാക്ക് എക്സസൈസും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ നന്നായി പഠിക്കുക, എന്നാലേ നെക്സ്റ്റ് 2 പ്രിൻസിപ്പിൾസും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു.